ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ജൂബിലി വർഷം തുടങ്ങുന്ന അവസരത്തിലെ പിതാവ് പറഞ്ഞത് നമ്മളെ ഓരോരുത്തരും പ്രത്യാശയുടെ ഗായകരാകണമെന്നാണ്. പ്രത്യാശയുടെ സംഗീതം മുഴക്കുന്നവരായിട്ട് മാറണം. നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ വ്യാപരിക്കുന്ന മേഖലയിലും നമ്മളായിരിക്കുന്നിടത്തുമൊക്കെ പ്രത്യാശയുടെ വാക്കുകൾ. നമ്മൾ വിശുദ്ധ കുർബാനയുടെ അവസരങ്ങളിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയും മനോഹരമായ പ്രാർത്ഥനകൾ ഉരുളുകയൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും എത്രമാത്രം പ്രത്യാശ നൽകുന്നതാണ്, എന്തുമാത്രം പ്രതീക്ഷ നൽകുന്നതാണ്. എൻ്റെ സഹോദരൻ്റെ മുമ്പിൽ വേദനയുമായി നിൽക്കുന്ന സഹോദരൻ്റെ മുമ്പിലുള്ള എൻ്റെ മനോഭാവം എന്താണ്? അത് പ്രത്യാശയുടെ സങ്കീർത്തനങ്ങൾ ആലപിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്നില്ല എങ്കിൽ ഈ ജൂബിലി വർഷവും മറ്റെല്ലാ വർഷങ്ങളും പോലെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ലാതെ എല്ലാ വർഷവും പോലൊരു സാധാരണ വർഷമായിട്ട് കടന്നു പോകും. ഇത് ജൂബിലി വർഷമായി, കൃപയുടെ വർഷമായി, പ്രത്യാശയുടെ വർഷമായി മാറണമെങ്കിൽ അതിന് നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുവാനായിട്ട് തയ്യാറാകണം. പ്രിയ സഹോദരങ്ങളെയും നമുക്ക് ചുറ്റുമുള്ള ഇരുളിനെ പഴിച്ചുകൊണ്ട് ജീവിക്കാതെ പ്രത്യാശയുടെ ദീപം തെളിക്കുവാൻ, പ്രത്യാശയുടെ ഒരു പുഞ്ചിരിയുടെ ആകാം, ഒരു നല്ല വാക്കുകൊണ്ടാകാം, ഒന്നടുത്തിരുന്നു കൊണ്ടാകാം, നമ്മളാലാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടാകാം, സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ടോ നമ്മുടെ സമയം നൽകിക്കൊണ്ടോ ഒക്കെ മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുവാനായിട്ട് ഈ ധ്യാന ദിവസങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ധ്യാന ഗുരുവിൻ്റെയും നമ്മുടെ അഭിമന്യ പിതാക്കന്മാരുടെയും, നമ്മുടെ അഭിമന്യ തിരുതൊട്ട പിതാവ് നമ്മളോടൊപ്പം ഈ ധ്യാന ദിവസങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. പിതാക്കന്മാരുടെയും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അതിൻ്റെ ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ ഫലം പുറപ്പെടുവിക്കും എന്ന് നമുക്ക് ഓർമ്മിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൃത്യമായിട്ട് യാചിക്കുകയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രത്യാശയുടെ, നന്മയുടെ, സ്നേഹത്തിൻ്റെ, ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ ഒരു അനുഭവം ഈ ധ്യാന ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.